അന്ധനായ ഒരു സഹോദരൻ സ്വന്തം സുഹൃത്തിനെ കാണുവാൻ വേണ്ടി വളരെ ദൂരെ യാത്ര ചെയ്ത് ഇങ്ങനെ പോയി. സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. സുഹൃത്തുമായിട്ട് ആശയവിനിമയങ്ങൾ നടത്തി. അവസാനം ഭക്ഷണം കഴിച്ചു. നേരം ഇരുട്ടിയപ്പോൾ അന്ധനായ സഹോദരൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ തൻ്റെ സുഹൃത്ത് പറഞ്ഞു, നേരം ഇരട്ടി, നിനക്കൊന്നാമത് കണ്ണും കണ്ടുകൂടാ. ഈ പാതിരാത്രി അല്ലെങ്കിൽ ഈ ഇരുട്ടത്ത് നീ എങ്ങനെ വീട്ടിൽ പോയി എത്തും? ഇവന് വാശി, എനിക്ക് വീട്ടിൽ പോയേ പറ്റൂ. സ്നേഹിതനായ തൻ്റെ സുഹൃത്ത് ഒരു കാര്യം ചെയ്തു. ഒരു മെഴുകുതിരി കത്തിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു. കൈ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതും പിടിച്ചുകൊണ്ട് അങ്ങ് നടന്നാൽ മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് കണ്ണ് കണ്ടുകൂടാ, ഈ മെഴുകുതിരി എന്തിനാ ഞാൻ പിടിച്ചുകൊണ്ട് നടക്കുന്നേ? കണ്ണ് കണ്ടുകൂടാത്ത എനിക്ക് എന്തിനാ മെഴുകുതിരി? തൻ്റെ സുഹൃത്ത് പറഞ്ഞു, നിനക്ക് കാണാനല്ല, ഈ മെഴുകുതിരി നിൻ്റെ കയ്യിലിരിക്കുമ്പോൾ എതിരെ വരുന്നവർ കാണും, അവരങ്ങ് മാറിപ്പോകും. ഈ മെഴുകുതിരി കത്തിയിരിക്കുന്നത് എതിരെ വരുന്നവർ കാണുമ്പോൾ നിന്നെ വന്ന് ഇടിച്ച് തള്ളിയിടാതെ അവരങ്ങ് ഒഴിഞ്ഞു പോകും. നീ അതുകൊണ്ട് ഈ മെഴുകുതിരി കളയാതെ വീട് വരെയും പിടിച്ചുകൊണ്ട് നടക്കണം. ആശയം അവന് ഇഷ്ടപ്പെട്ടു. കൊള്ളാമല്ലോ. അങ്ങനെ ഈ മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പൊക്കൊണ്ടിരിക്കുമ്പോൾ പകുതി വഴി എത്തിയതും ഒരുത്തം വന്ന് ഇടിച്ച് രണ്ടും കൂടെ അങ്ങ് വീണു. ഈ അന്ധൻ എഴുന്നേറ്റ് നിന്ന് ഒരു സ്റ്റെപ്പ് ഉടക്കായിരുന്നു. നിനക്ക് കണ്ണ് കണ്ടുകൂടെടാ? മനുഷ്യനെ കൊല്ലാൻ വേണ്ടി വന്ന് കയറി എന്നൊക്കെ പറഞ്ഞ് ഈ സുഹൃത്ത്, ഈ അന്ധനായ വ്യക്തി വന്ന് ഇടിച്ചവന് ഭയങ്കരമായി വഴക്ക് പറഞ്ഞു. എൻ്റെ കയ്യിൽ മെഴുകുതിരി കത്തിയിരിക്കുന്ന നീ കണ്ടില്ലേ? നിനക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ മെഴുകുതിരിയും കത്തിച്ചു പിടിച്ചുകൊണ്ട് വന്നത്, എന്നിട്ട് നീ വന്നെന്നെ ഇടിച്ചല്ലോ. അപ്പോൾ അവരന് കാര്യം മനസ്സിലായി. മെഴുകുതിരി പിടിച്ചു കൊണ്ട് വന്നവന് കണ്ണ് കണ്ടുകൂടാ. ആ മറ്റേ വ്യക്തി സമാധാനപ്പെട്ട് സാവധാനത്തിൽ അന്ധനായ സഹോദരനോട് പറഞ്ഞു, സുഹൃത്തേ, എൻ്റെ ഭാഗത്താണ് തെറ്റ്. 2, നീ പിടിച്ചിരിക്കുന്ന മെഴുകുതിരി അണഞ്ഞിരിക്കുകയാണ്. നീ ഇറങ്ങി പുറപ്പെട്ട് അല്പം കഴിഞ്ഞപ്പോൾ തന്നെ മെഴുകുതിരി അണഞ്ഞു, പക്ഷെ നീ അറിഞ്ഞില്ല. മെഴുകുതിരി കൈ പിടിച്ചോണ്ട് നടക്കുക, പക്ഷേ തീ അണഞ്ഞുപോയി. തീ അണഞ്ഞുപോയത് പിടിച്ചവൻ ഇതുവരെയും അറിഞ്ഞില്ല. വഴിയിൽ പോയി ഇടിച്ച് തകർന്ന് വീണപ്പോ അറിഞ്ഞില്ല. മറ്റൊരുവൻ, കാഴ്ചയുള്ള ഒരുവൻ പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവൻ്റെ വീഴ്ച മനസ്സിലായത്. ഇന്നു പകൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. നമ്മുടെ മേൽ ദൈവം കത്തിച്ച ഒരു തീയുണ്ട്. ദൈവം നമ്മുടെ മേൽ പകർന്ന ഒരു തീയുണ്ട്. അത് നമ്മളിൽ കെട്ടുപോയോ ഇല്ലയോ എന്ന് ഇന്നു പകൽ നമ്മൾ പുനർപരിശോധന ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം തകർന്നു പോകും. പ്രാർത്ഥിക്കാത്തവനുമായി ബന്ധം സ്ഥാപിച്ചാൽ, ദൈവകൃപയില്ലാത്തവനുമായി ബന്ധം സ്ഥാപിച്ചാൽ നിന്റെ ഉള്ള വിളക്ക് കൂടെ കെട്ടുപോകൂ. നിന്റെ ഉള്ള അഭിഷേകം കൂടെ നഷ്ടപ്പെടൂ. ഇന്ന് പകൽ പിന്മാറ്റക്കാരുമായി, ദൈവകൃപയില്ലാത്തവരുമായി, അഭിഷേകമില്ലാത്തവരുമായി, ദൈവദാസന്മാരെ കുറ്റം പറയുന്നവരുമായി, ഇന്ന് പകൽ അഭിഷേകം നഷ്ടപ്പെട്ടവരുമായി ഈ പകൽക്കാലം നീ ചങ്ങാത്തം കൂടിയോ. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാ, 2024 അവസാനിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ നിലവിളിയോ കരച്ചിലോ ആർക്കും സഹായിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് നിന്റെ കുടുംബം കൂപ്പുകുത്താതിരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ താണുകൊട്, ദൈവസന്നിധിയിൽ സമർപ്പീര്, ദൈവത്തോട് അടുത്തുപോ. ഇന്ന് പകൽ കരിന്തിരികളെ വെട്ടിച്ച് വെട്ടാമെ മുറിച്ച് ഇന്ന് പകൽ കെട്ടുപോയ ആ തീയെ കത്തിച്ച് നിന്നെ ദൈവത്തിന് പ്രയോജനം.